മെബു എന്തോ കലക്കി അടിപൊളി. ജഡ്ജസും ഗ്രൂമേഴ്സും എല്ലാവരും ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ശരത് സർ. മക്കളെ എന്തോ സർ. മക്കളെ കാണാൻ നല്ല രസമുണ്ട്. താങ്ക് യു സർ. ഇതിന് പാട്ടിന് പറ്റിയ ഒരു വേഷവും കുഞ്ഞിനെ കാണാനും നല്ല ചന്തമുണ്ട് കേട്ടോ. താങ്ക് യു സർ. നല്ല ഉഗ്രം പാട്ടടാ. എൻ്റെ അമ്മ, ഒരു ഭീകരാവസ്ഥ നിറഞ്ഞ ഒരു പാട്ടാണിത്. ഈ പൊളിത്തിങ്കൽ കലയെന്ന് കേട്ടോ, ഇത് പാടിയാൽ മതി അന്നുള്ള ഗായകരായപ്പം പാടാൻ അറിയാമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു പാട്ടായിരുന്നു ഇത്. പണ്ടുള്ള ഗാനമേള സദസ്സുകളിലെ പണ്ടുള്ളവർ ചോദിക്കുന്നവനാ, പൊളിത്തിങ്കൽ കല എടുക്കുമോ എന്ന് ചോദിച്ചാൽ അത് പാടുമോ എന്നുള്ളതാ. അത് പാടത്തെ പിന്നെന്തിനാ പാടുന്നത്? ഇത് പാടിയാൽ എനിക്ക് പാടാൻ അറിയാവുന്ന ജനങ്ങൾ സമ്മതിക്കും. നമ്മൾ പ്രമദവനം, ഹരിമുരളീരവം ഇതൊക്കെ ഇല്ലേ, അത് പാടിയ നമ്മൾ പാടാൻ കഴിവുള്ളവനാ. അങ്ങനെ ആ ഒരു കാറ്റഗറിയിലുള്ള ഇതിൻ്റെ കാറ്റഗറിയിലാണ് അതുള്ളത് കേട്ടോ. അത് അങ്ങനെ വേണം പറയാൻ. അസാധ്യ കോമ്പസിഷൻ, ഒരു ഉഗ്രം പാട്ട്, ഒരു നിവൃത്തിയില്ല മോൻ. അത് എന്താ പറയണ്ട മോൻ, അതിൻ്റെ ചില എന്താ പറയണ്ട ആ ഒരു ഭാവങ്ങൾ മോൻ അത് കുറച്ചും കൂടെ ഫെമിലിയർ ആകാത്തതുകൊണ്ടാണ് മോനിത് കുറേ കേട്ടതാണ്. അപ്പം അത് കുറച്ചും കൂടെ അതിൻ്റെ ഒരു കോമ്പസിഷൻ, ഒരു ജോണർ ഉണ്ടല്ലോ മോനെ. അപ്പം അതിലേക്ക് മോൻ കുറച്ചും കൂടെ വരണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം കേട്ടോ. നന്നായിട്ട് പാടി കുഞ്ഞ്. പ്രത്യേകിച്ച് ആ ഒരു ബൃഹ ഉണ്ടല്ലോ, അതാണ് എല്ലാവർക്കും തെറ്റുന്നത്. അത് നീ അലുവ പോലെ പാടി. ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു മോനെ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതൊന്നും ഞാൻ അതാ ഇവൻ അത് തെറ്റിക്കുമെന്ന് ഞാൻ അതാ ആദ്യം വിചാരിച്ചിരുന്നത്. സാധാരണ എല്ലാവർക്കും തെറ്റുന്ന അതാ. അത് നീ നമുക്ക് ഒരു നിവൃത്തിയില്ലാത്ത വിധത്തിൽ റഹ്മാൻ ഓസ്കാർ അവാർഡ് വാങ്ങിച്ച പോലെ ഒന്നല്ല രണ്ടെണ്ണം. സൂപ്പർ പറഞ്ഞു മോനെ അത് കേട്ടോ. ഇപ്പോൾ തിങ്കൾ കല അതൊന്ന് പാടാമോ മക്കളെ? ശൈലാഗ്രശൃംഗത്തിൽ ശൈലാഗ്രശൃംഗത്തിൽ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന അത് വെൺകൊറ്റപ്പൂങ്കുട്ട പോൽ അങ്ങനെ പാണ്ട മോനെ, കടിച്ചു പിടിച്ച്. വെൺകൊറ്റപ്പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർച്ചടി ഹസ്തമാർന്ന. ആ മധ്യമത്തിനൊരു പ്രയോജനമുണ്ട്. കാര്യം ആ എഴുതി കിട്ടിയിട്ട് ചെയ്തതായിരിക്കും ഈ പാട്ട്. നൃത്യധൂർച്ചടി ഹസ്തമാ, ആ സ്വരം ആ വന്നപ്പോൾ സ്വരാക്ഷരായപ്പോ എന്ത് ബ്യൂട്ടിയാണ്. നൃത്യധൂർച്ചടി ഹസ്തമാർന്ന തുടിതന്നുത്താള, ആ ഫീല് ശിവനല്ലേ. നൃത്യധൂർച്ചടി ഹസ്തമാർന്ന ധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താള ഡും ഡും രവം. അപ്പൊ അത് മോനെ അത് മറ്റേ ചെറിയ പലകയ്ക്കകത്തിട്ട് തട്ടുകയല്ല, ശിവന്റെ ഡമരു എന്ന് പറയുന്നത് അത് മനസ്സിൽ വെച്ച് പാടും. നൃത്യധൂർച്ചടി ഹസ്തമാർന്ന തുടിതന്നുത്താള ഡും ഡും രവം. ആ ഡും ഡും അത് ഫീൽ ചെയ്യണം. നൃത്യധൂർച്ചടി ഹസ്തമാർന്ന തുടിതന്നുത്താള ഡും ഡും രവം. അടുത്തത് തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം. തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം. തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം. സത്യം ശിവം സുന്ദരം. അതിന് മറ്റേ മോനെ സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഒന്ന് പാടാമോ? സത്യശിവ സൗന്ദര്യങ്ങൾ തൻ ഭദ്രപീഠമീ ശൈലം
ഭദ്രപീഠമീ ശൈലം ഭദ്രപീഠമീ ശൈലം ശിവശൈലം സത്യശിവ സൗന്ദര്യങ്ങൾ തൻ. അത് ഓക്കെ അത് മോനും അത് കുറച്ചും കൂടെ ഒരു സുഖം വരുത്തിക്കണം. വെറും നോട്ട്സ് ആയി പോകുന്നു കേട്ടോ. അതല്ലാണ്ട് അതിന്റെ ഒരു ഗും വരണം. പിന്നെ ആദി ഉഷസ് വിടർന്നു. ആദിയുഷസ് 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 മോനെ ആദി ദാദി ദീന ആദിയുഷസ്സു വിടർന്നു 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 ഇവിടെ 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 ആദിമനാദ തരംഗമുണർന്നു. ആദി 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 ആദിയുഷസ്സു വിടർന്നു ഇവിടെ ഇവിടെ അത് പറഞ്ഞു തന്നോളൂ മക്കളെ കേട്ടോ. ഒന്ന് പറഞ്ഞു മറ്റേതാകുമ്പോ അതിന് ലൈറ്റ് ഫീൽ ഇത് പാടുമ്പോ അതിനൊരു ആധികാര സ്വഭാവം വരത്തില്ല മോനെ. അതുകൊണ്ടാണ് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടാൽ മതി, അത്രേ ഉള്ളൂ. അടുത്ത സത്യശിവ അവിടുന്ന് ഒരു സംഗതി ഇല്ലേ, ഒന്ന് പാടാൻ മതി. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ. മോനെ എന്താണെങ്കിലും അത് സൗന്ദര്യം തന്നെയാണ്. നീ വേറെ ഏതാണ്ടാ പറയുന്നത്. സൗന്ദര്യാങ്ങളെ എന്നൊക്കെയാ പാടുന്നത്. സൗന്ദര്യാങ്ങളെ മോനെ സത്യശിവ സൗന്ദര്യങ്ങൾ അത് തന്നെയാണ് എപ്പോഴും. സത്യശിവ സൗന്ദര്യങ്ങൾ തൻ. സത്യശിവ അങ്ങ് കയറ്റി പിടിക്കരുത്. എപ്പോഴും നമ്മള് കൃത്യമാടെ പിടിച്ചോണം കേട്ടോ. പിന്നെ ഇതാണ് മോനെ താനി തെളിഞ്ഞു ഈ വീട് ആനന്ദാമൃത ഗംഗയുണർന്നു ആദി ആദിമ അന്തീരി. വെരി ഗുഡ് മോനെ. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം പിന്നെ തപസമാധി ഒന്ന് പാടാൻ മക്കളെ. മോനെ തപയല്ലടാ മോനെ തപസമാധി മോനെ ദലങ്ങൾ ദലാങ്ങൾ എന്നാ കേൾക്കുന്നത്. തപസമാധി ദലങ്ങൾ വിടന്നു. തപസമാധി ദലങ്ങൾ വിടർന്നു. എനിക്ക് ആ സംഗതി ഒന്ന് പാടാ. എനിക്ക് അത് കേട്ടോളാൻ വയ്യ. അതിനാ ഞാൻ ഇത്ര പാടിച്ചത്. ഉണർന്നു ഉണർന്നു ഇത് പക്ഷെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. നീ ഒറിജിനൽ ടേക്ക് പാടിയപ്പോ കാര്യം ഇത്തരം പറഞ്ഞ എന്നത് അത് മോനെ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം അതിന് ഈ ഒരു ആ രാഗത്തിന്റെ ആ ഭാവത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള പാട്ടുകൾ അങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നത്. ഇപ്പോഴും ഇത് പാടുമ്പോൾ എന്ത് ഫീൽ. ഞാൻ മിക്കവാറും എല്ലാ കച്ചേരികളിലും ഇത് പാടാറുണ്ട് മോനെ. അപ്പൊ അത് കുറെ സന്തോഷം. കേട്ടോ താങ്ക് യു സാർ. ഇതിന്റെ തമിഴ് ഞാൻ കേട്ടുള്ളത് കേട്ടോ. ദേനാനി ധനനി തത്തത്തി ഒരു അങ്ങനെ ഒരു കണക്റ്റഡാണ്. സത്യശിവ സൗന്ദ എന്ന് പറഞ്ഞു അത് കണക്റ്റഡാ. നമ്മൾ ഇത് അത്രേ ഉള്ളൂ. അത് കറക്റ്റ് അവിടെ പോയി നിൽക്കണം. സത്യശിവ ഗായലും വയ്ക്കാം. എന്തൊരു ജി ചുമ്മാ അപ്പടിയാ ഗായ ഇരിക്കട്ടോ. അപ്പൊ മക്കളെ അപ്പൊ എന്തൊക്കെയായാലും മോനെ ഇതൊക്കെ ആ പാട്ടിന്റെ ഒരു ജീവനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ.
ഓക്കെ സർ. താനി ആദിയുഷസ് എന്ന് പറയുമ്പോൾ എങ്കിലും അത് നമുക്ക് ഇവിടെ ഒന്ന് തറയ്ക്കത്തുള്ളൂ കേട്ടോ. അത് മാത്രം നോക്കിയാൽ മതി. പക്ഷേ നല്ലൊരു പാട്ടെടുത്തോണ്ട് വന്ന് ചക്കരയ്ക്ക് നിന്റെ ആ ഒരു ബൃഹായിക്ക് 1788 മാർക്ക് ഞാൻ തരുന്നു. എടുത്തോണ്ട് പോയി വീട്ടിൽ വെച്ചു. താങ്ക് യു സർ. ലവ് യു മുത്തേ. താങ്ക് യു സർ. ലവ് യു ടു. താങ്ക് യു ശരത് സർ. ചേച്ചി ഒരു വലിയ ക്ലാസ് എടുത്തുല്ലേ, ആ അത് എത്ര ലക്കിയാണ് നിങ്ങൾ എല്ലാവരും. ഇങ്ങനെ ഓരോ സംഗതിയും അത് വരേണ്ട രീതി, പിന്നെ വാക്കുകൾ എങ്ങനെ പറയണം, അത് സത്യത്തിൽ നിങ്ങളെല്ലാവരും വളരെ വളരെ ലക്കിയാണ്. പറയാനൊന്നുമില്ല, ഫുൾ സോങ് പാടിപ്പിച്ചു അല്ലേ. അപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ലാസ്റ്റ് സംഗതിന്റെ ബ്രില്യൻസ് ഈ പാട്ട് മുഴുവൻ വന്നിരുന്നാലോ അതൊരു ഒരു 100/100 പെർഫോമൻസ് ആയിരിക്കും. എന്നാലും അത് ആ ലാസ്റ്റ് സംഗതി അവർ പറഞ്ഞതുപോലെ ബ്രില്യൻ്റ് ആയിരുന്നു. അത്ര ഒരു കോൺഫിഡൻസ്, അത്ര ഒരു പെർഫെക്ഷൻ അസാധ്യമായിരുന്നു കേട്ടോ മോനെ. നമുക്ക് ഈ പെർഫെക്ഷൻ ആണ് അതാണ് ഒരു കാര്യം അല്ലേ. പാട്ട് പഠിക്കുന്നുണ്ട്, പക്ഷെ പാടുമ്പം അത് എല്ലാ സ്ഥലവും നമുക്ക് ഒരു 100% ഡെലിവർ ചെയ്യണം. അതാണ് നമ്മുടെ ഒരു എഫേർട്ട് അല്ലേ. അപ്പോൾ മോൻക്കത് പറ്റും. ഒരു സ്ഥലത്തിൽ നമുക്ക് ഇങ്ങനെ 200% നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ പാട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അവർ പാടിപ്പിച്ചപ്പോൾ ഓരോ കാര്യങ്ങളും സ്ലോ ടെമ്പോയിൽ പാടിയപ്പോൾ വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് പാടി മോൻ. മനസ്സിലായല്ലേ എല്ലാം? മനസ്സിലായി. അപ്പോൾ അത് കുറച്ചുകൂടി അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു സ്ലോ സ്പീഡിൽ ഇങ്ങനത്തെ പാട്ടുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഫാസ്റ്റാക്കി പാടുമ്പോൾ നമുക്ക് ആ പെർഫെക്ഷൻ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ എന്നാലും മോനെ താങ്ക് യു ഫോർ സെലക്ടിങ് ദിസ് സോങ്. ഈ കുമാര സംഭവം എന്ന് പറഞ്ഞാൽ എനിക്കത് വളരെ ഒരു പിക്ചറിൽ എൻ്റെ അമ്മ പാടിയിട്ടുണ്ട്, കുട്ടി ശ്രീദേവിന് വേണ്ടി. അത് എല്ലാം ശിവമയം ശിവശക്തിമയം താക്കല്ലും കലവും കാഞ്ചനവും എല്ലാം ശിവമയം ശിവശക്തിമയം. എനിക്ക് ഫുൾ പാട്ട് അറിഞ്ഞൂടാ, പക്ഷെ എൻ്റെ അമ്മ പാടിയ പാട്ടാണത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഫീലുണ്ട് ആ കുമാരസംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്നാലും ഈ പാട്ട് പാടിയതിന് ഒരുപാട് നന്ദി. ഇത് ഡിഫിക്കൾട്ട് സോങ് ആണ്, എന്നാലും ചൂസ് ചെയ്ത് ശ്രമിച്ചു. ഗുഡ് ലക്ക്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക മെബൂട്ടാ, എന്തോ സർ? ഈ പാട്ട് സെലക്ട് ചെയ്തതിന്റെ നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചടാ. താങ്ക് യു സർ. നമ്മളെല്ലാവരും കോരിത്തരിപ്പിച്ച ആ ഒരു പ്ലാൻ അത് അസാധ്യമായിരുന്നടാ. താങ്ക് യു സർ. അത് എളുപ്പമല്ല അത് പാടാൻ. ഈ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഏരിയ ആണത്. പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ട് നീ പാടി. തെറ്റിക്കാൻ വേണ്ടിയാ മാഷ് ചെയ്തേക്കുന്നത്. മെമ്പൂട്ട, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇതിലുള്ള പ്ലാൻസ് അതുപോലെ സംഗതികൾക്ക് കുറച്ചുകൂടെ ഒരു അറ്റാക്ക് വരായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടെ ഒരു പവർ, ഒരു ഗുമ്മ്, ഈ അതിന് അഴുത്തം അല്ലേ, അഴുത്തം അല്ലേ, അഴുത്തം എന്നാണ്. ഇപ്പം മെബൂട്ടിന് എന്താ പഠിക്കുന്നുണ്ടോ? എന്ത് മ്യൂസിക്? എന്താ പഠിക്കണേ? കർണാട്ടിക് മ്യൂസിക്. കർണാടക. ഓക്കെ. ഈ പറഞ്ഞ പോലെ ഒരു അഴുത്തം, കുറച്ചുകൂടെ പ്ലാൻസിനൊരു അറ്റാക്ക് വേണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. സംഗതികൾക്കാണെങ്കിലും ഇത് അങ്ങനെ ആ ഒരു ജോണറിൽ പെടുന്ന ഒരു പാട്ടാണല്ലോ. അപ്പോൾ ഇത് ഒരു പൊടിക്ക് കുറച്ചൊന്ന് പ്ലെയിൻ ആയി പോയോ. സംഗതികളൊക്കെ പാടി, സംഗതികൾ പക്ഷെ അതിനൊക്കെ കുറച്ചുകൂടെ ഒരു പ്രസൻസ് ആവാമായിരുന്നു. ബാക്കി ഇവർ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാനും ഈ പിന്നെ പറഞ്ഞ പോലെ സത്യശിവസുന്ദരങ്ങൾ പിന്നെ അതുപോലെ ഇവിടെ ആദ്യത്തെ പിന്നെ അനുപല്ലവിയിൽ ഫസ്റ്റ് ഇവിടെ, ചരണത്തിൽ സെക്കൻഡ് ഇവിടെ, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി പോയി. പക്ഷെ നീ പിടിക്കുന്നത് ആ സംഗതിയിലാണ്. അവിടെ എത്തുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകും. അതെ, എന്താ സംഭവിച്ചത്? അതെ, അത് കലക്കിയടാ. അതൊന്നും പറയാനില്ല കേട്ടോ, അത് മാസ്റ്ററാണ്. പിന്നെ വേറെ മെബൂട്ടിന്റെ ഒരു ഭയങ്കര വലിയ ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതെന്തായാലും കുറച്ച് സമയം ഇരുന്നിട്ടായിരിക്കുമല്ലോ ഇത് പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. കുറച്ച് സമയം എന്ന് വെച്ചാൽ എത്ര സമയം ഇരുന്നിട്ട് കാണും ഇത് പഠിക്കാൻ? 1/4 മണിക്കൂർ. ഓക്കെ. എന്നാലും ഒരു 10,000 തവണയെങ്കിലും കേട്ട് പഠിച്ചിട്ടുണ്ടാവും, ട്രൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? സിനിമയും കണ്ടു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കണ്ട മെബൂട്ടിന്റെ ഒരു ക്വാളിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഇത്രയും തറോ ആയിട്ട് ഇത്രയും ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും കറക്ഷൻ പറയുമ്പം അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്ത് പാടുന്നുണ്ട്.
അത് ഇങ്ങനത്തെ പാട്ടുകൾ അത് ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ല, കാരണം ഇതൊരു സിമ്പിൾ സോങ് അല്ല. ഇത് ഇങ്ങനെ ഇങ്ങേര് പറയുന്ന പോലെ പാടി തിരിച്ച് പാടി കൊടുക്കണമെങ്കിൽ അതൊരു കഴിവ് തന്നെ വേണമുണ്ട്. അത് നിനക്കുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഗ്രാസ്പിംഗ് പവർ എപ്പോഴും ഓപ്പൺ ആക്കിയിട്ട് വെക്കണം. കാരണം അത് ഇപ്പോഴത്തെ കമ്പോസേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ പാടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചിലർ പാട്ട് നേരത്തെ അയച്ചു കൊടുക്കും, പഠിച്ചിട്ട് വരാൻ പറയും. സ്റ്റുഡിയോയിൽ എത്തുമ്പോഴായിരിക്കും പറയണേ നമുക്ക് ഈ ഒരു പ്ലാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് സ്വിച്ചിട്ട പോലെ നമ്മൾ മാറണം, സ്വാപ്പ് ചെയ്യണം മറ്റേതിലേക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രാസ്പിംഗ് പവർ എപ്പോഴും മൈൻഡ് എപ്പോഴും ഓപ്പൺ ആക്കി വെക്കുക. ബാക്കി റെസ്റ്റ് എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. സോങ് സെലക്ഷൻ ആൻഡ് ആ ധൈര്യം ഞാൻ സമ്മതിച്ചടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. മെമ്പു എന്തോ ഇനി മാർക്സ് വെക്കാം. ഓക്കെ. ശരത് സർ യെസ് മാർക്ക്. ബേബി, എന്തോ മക്കൾക്ക് പറയാമോ എത്ര ആയിരിക്കും ഞാൻ തരാൻ പോകുന്നത്? കണ്ണുകൂട്ടി പറഞ്ഞോ? അല്ല ചുമ്മാ എന്നെ നോക്കേ, നീ ഒരു സുമുഖനായ മനുഷ്യനാ ഞാൻ. ഒരു ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടിട്ട് ഏകദേശം ഒരു അല്ല നിന്റെ സംഗതിയിൽ നമ്മൾ തലകുത്തി വീണു എന്ന് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞ ആ സംഗതി മാത്രമാണ് ഏറ്റവും കൂടുതൽ നന്നായിരുന്നത്. ബാക്കി കർഷൻ വരണ്ടൊക്കെ നമ്മൾ പറഞ്ഞു തന്നു കുഞ്ഞിന്. എന്നാലും എത്ര ന്യായമായിട്ട്, നീ ഒരു നല്ല ചെക്കനാ. ഒരു 8.5. ഓ എന്റെ മുത്തേ, ചക്കരെ, പഞ്ചാരെ, അലുവ, ജിലേബി, ലഡു 8.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക ഓക്കെ, അപ്പൊ ഞാൻ സാധാരണ ഇടുന്ന ഒരു മാർക്കിംഗ് ശൈലി വെച്ചിട്ട് എന്റെ എത്രയായിരിക്കും? എല്ലാം ഒന്ന് എന്തോ പോയിന്റ് ഒന്നൊക്കെ പറഞ്ഞു. 8.6. ഞാനും 8.5. ഓക്കെ ചേച്ചി ഇട്ടു. ഓക്കെ സോ ടോട്ടൽ 17 മാർക്സ്. അടിപൊളി. ആ സംഗതിയാണ് നിനക്ക് ആ 0.5 മക്കളെ നിന്നെ രക്ഷിച്ചത്. നിന്റെ ആപൽ ബാന്ധവനായിരുന്നു ആ സംഗതി. സംഗതിയോട് എന്നും കടപ്പെട്ടിരിക്കണം. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.